ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കുന്നതിന് സെർച്ച് കമ്മിറ്റി ചെയർമാനായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി സുധാംശു ധൂലിയയ്ക്ക് സിറ്റിംഗ് ഫീസ് ഇനത്തിൽ 18 ലക്ഷം രൂപ. സെർച്ച് കമ്മിറ്റിക്കായി ചെലവഴിച്ച മുഴുവൻ തുകയും സർവകലാശാല വഹിക്കാൻ സർക്കാർ ഉത്തരവും ഇട്ടു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ 4 ദിവസമായാണ് സെർച്ച് കമ്മിറ്റി യോഗം ചേർന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സെർച്ച് കമ്മിറ്റി ചെയർമാന് 3 ലക്ഷം രൂപ സിറ്റിംഗ് ഫീ നൽകണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് ധൂലിയയ്ക്ക് സിറ്റിംഗ് ഫീസ് ഇനത്തിൽ 18 ലക്ഷം രൂപയാണ് നൽകിയത്. കമ്മിറ്റി അംഗങ്ങളുടെ താമസത്തിനും ഭക്ഷണത്തിനുമായി 5 ലക്ഷം രൂപ ചെലവഴിച്ചു. യാത്രാപ്പടിയായി 2 ലക്ഷം രൂപ ഉൾപ്പെടെ 31,20,000 രൂപയാണ് സെർച്ച് കമ്മിറ്റിക്കായി ചെലവാക്കിയത്. 2 ദിവസം ഓൺലൈനായി യോഗം ചേർന്നതിന് 6 ലക്ഷം രൂപ കൂടി സിറ്റിംഗ് ഫീസ് ഇനത്തിൽ റിട്ടയർഡ് ജസ്റ്റിസ് കൈപ്പറ്റി. അദ്ദേഹത്തിന് മാത്രം കോടതി ഉത്തരവ് പ്രകാരം ബിസിനസ് ക്ലാസ് വിമാന സൗകര്യവും ഒരുക്കിയിരുന്നു. അതേസമയം സെർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളായ IIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ സീനിയർ പ്രൊഫസർമാർക്ക് 20,000 രൂപയാണ് സിറ്റിംഗ് ഫീസായി അനുവദിച്ചത്. ചെലവായ തുകയുടെ പകുതി അടിയന്തരമായി സർക്കാർ ഫണ്ടിലേക്ക് കൈമാറാൻ സാങ്കേതിക സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പകുതി തുക ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയോട് ആവശ്യപ്പെടുമെന്നാണ് അറിഞ്ഞത്. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് AICTEക്ക് നൽകാൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചെടുത്ത തുകയിൽ നിന്ന് ചെലവ് നടത്തിയ ശേഷം സർവകലാശാലകളിൽ നിന്ന് തുക റീഫണ്ടായി സ്വീകരിക്കണമെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. മുൻകാലങ്ങളിൽ സെർച്ച് കമ്മിറ്റി അംഗങ്ങൾക്ക് പരമാവധി 10,000 രൂപയാണ് ഹോണറേറിയമായി നൽകിയിരുന്നത്. പാനലിൽ ഉൾപ്പെടുത്തിയവരുടെ മുൻഗണന നിശ്ചയിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അടുത്തയാഴ്ച വീണ്ടും സെർച്ച് കമ്മിറ്റി കൂടുമ്പോൾ സമാനമായ ലക്ഷങ്ങളുടെ ചെലവുകൾ സർവകലാശാലയ്ക്ക് വഹിക്കേണ്ടതായി വരും. സുപ്രീം കോടതി നിയോഗിച്ച വിസി നിയമന കമ്മിറ്റിയുടെ ചെലവുകൾ സർക്കാർ വഹിക്കണമെന്ന് കോടതി ഉത്തരവുള്ളപ്പോൾ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്ന് പിരിച്ചെടുത്ത തുകയിൽ നിന്ന് ഇത് ചെലവ് ചെയ്തതും സർവകലാശാലകളിൽ നിന്ന് ഈടാക്കണമെന്ന സർക്കാർ ഉത്തരവും ചട്ടവിരുദ്ധമാണ്. വിരമിച്ച ഒരു ജഡ്ജിക്ക് ലക്ഷങ്ങളുടെ സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നത് വിമർശനാതീതമല്ലെന്നും സെർച്ച് കമ്മിറ്റിയുടെ പേരിൽ സർക്കാർ നടത്തിയ ധാരാളിത്തം സർവകലാശാലകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്നും സർക്കാർ പിന്തിരിയണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. അതേസമയം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസി നിയമനത്തിനുള്ള പാനൽ തയ്യാറാക്കുന്നതിൽ സെർച്ച് കമ്മിറ്റി അംഗങ്ങൾ സ്വാധീനിക്കപ്പെട്ടുവെന്ന ആരോപണം ശക്തമായി കഴിഞ്ഞു. ജസ്റ്റിസ് സുധാംശു ധൂലിയ ചെയർമാനായ സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറും സർക്കാരും നിർദ്ദേശിച്ച 2 പ്രതിനിധികളെ വീതം ഉൾപ്പെടുത്തിയാണ് കമ്മിറ്റി രൂപീകരിച്ചത്. ഗവർണർ വിസി നിയമനത്തിൽ സംഘിവൽക്കരണം നടത്തുന്നുവെന്ന് CPM ആരോപിക്കുമ്പോൾ സർക്കാരിന് ഏറെ താൽപര്യമുള്ള ഡോക്ടർ സജി ഗോപിനാഥ്, ഡോക്ടർ MS രാജശ്രീ, ഡോക്ടർ സതീഷ് കുമാർ, ഡോക്ടർ ജിൻജോസ് എന്നിവർ പാനലിൽ ഉൾപ്പെട്ടതാണ് ആരോപണം ബലപ്പിക്കുന്നത്. എന്നാൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ താൽക്കാലിക വിസിയായി നിയമിച്ച ഡോക്ടർ സിസ തോമസ് പാനലിൽ ഇടം പിടിച്ചപ്പോൾ RSS അനുഭാവിയായ സാങ്കേതിക യൂണിവേഴ്സിറ്റി താൽക്കാലിക വിസി ഡോക്ടർ ശിവപ്രസാദ് പാനലിൽ ഉൾപ്പെടാത്തതിൽ നിന്ന് തന്നെ ഗവർണറുടെ ഇടപെടൽ കമ്മിറ്റിയിൽ ഉണ്ടായില്ല എന്നതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2 പാനലിലും ഉൾപ്പെട്ട ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ സുധാ ചന്ദ്രനെയും ഗവർണർ വിസി നിയമനത്തിന് മുൻഗണന നൽകിയപ്പോൾ തന്നെ മെറിറ്റ് മാത്രമാണ് ഗവർണർ അടിസ്ഥാനമാക്കിയതെന്ന് വ്യക്തമാണ്. കൂടാതെ ഗവർണർ നിർദ്ദേശിച്ച 2 പേരും യാതൊരു രാഷ്ട്രീയ ചായ്വും ഉള്ളവരല്ല. സജി ഗോപിനാഥ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും MS രാജശ്രീ KTUവിലും വിസിമാരായിരുന്നു. ഡോക്ടർ സതീഷ് കുമാറിനെ സർക്കാരിന്റെ സ്വാശ്രയ കോളേജിൽ പ്രിൻസിപ്പളായി ഇപ്പോൾ നിയമിച്ചിരിക്കുകയാണ്. ജിൻജോസ് വിദേശ പൗരത്വം ഉള്ളയാളാണ്. ഇവരുടെ മേൽ വ്യക്തമായ ക്രമക്കേടുകളുണ്ടെന്ന് ഗവർണർ നിലപാട് സ്വീകരിച്ചപ്പോൾ സിസ തോമസിനെതിരെയാണ് സർക്കാരിന്റെ ആരോപണം. ഇതിനിടെ വീണ്ടും സെർച്ച് കമ്മിറ്റി കൂടി മുൻഗണനാ പട്ടിക തയ്യാറാക്കാൻ കമ്മിറ്റി 14-ന് വീണ്ടും യോഗം ചേരും. ഡിസംബർ 17-ആണ് കേസ് കോടതി പരിഗണിക്കുന്നത്. കോടതി നടപടികളിലും സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധിയെ ഒഴിവാക്കിയതിലും ഗവർണറുടെ നിലപാടാണ് ഉറ്റുനോക്കുന്നത്. എന്നാൽ കോടതി എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് മന്ത്രി R. ബിന്ദു നേരത്തെ പറഞ്ഞിട്ടുണ്ട്.